ഇന്നത്തെ അറിയിപ്പുകൾ. പാലിയേക്കരയിലെ ടോൾ പിരിവ് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടരും. 3-4 ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നമെന്ന് എ ജി ഹൈക്കോടതിയിൽ. ഇന്ന് തന്നെ സ്ഥലം സന്ദർശിച്ച് പരിശോധിക്കാൻ കോടതി കലക്ടർക്ക് നിർദ്ദേശവും നൽകി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടരും. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ദേശീയപാത അതോറിറ്റിയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ജില്ലാ കളക്ടറോട് നിലവിലെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് കോടതി വിവരം തേടി. 60 കിലോമീറ്റർ ടോൾ പിരിക്കുന്ന ദൂരത്തിൽ 3-4 ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നമെന്നാണ് എ ജി ഹൈക്കോടതിയെ അറിയിച്ചത്. 5 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രശ്നമെന്ന് കളക്ടർ മറുപടി നൽകി. ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ പ്രശ്നങ്ങൾ മനസ്സിലാകുമെന്നും ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും അത് വ്യക്തമായി അറിയാമെന്നും ഹൈക്കോടതി എ ജിക്ക് മറുപടി നൽകി. ദേശീയപാത അതോറിറ്റി മനഃപൂർവ്വം റോഡ് നന്നാക്കാതിരിക്കുന്നതല്ലെന്ന് എ ജി വാദിച്ചു. ഇന്ന് തന്നെ സ്ഥലം സന്ദർശിച്ച് പരിശോധിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. സുഗമമായ ഗതാഗതം ഉറപ്പാക്കിയ ശേഷമേ ടോൾ പിരിക്കാനാവൂ എന്ന സുപ്രീംകോടതി ഉത്തരവും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ ജോലി തട്ടിപ്പ് കേസുകളിൽ വൻ വർധനവ്. ഇരയാകുന്നവരിൽ കൂടുതലും സ്ത്രീകൾ. തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴാതെ നോക്കാൻ ജാഗ്രതാ നിർദ്ദേശമിറക്കി കേരള പോലീസ്. ഓൺലൈൻ ജോലി തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴാതെ നോക്കാൻ ജാഗ്രതാ നിർദ്ദേശവുമായി കേരള പോലീസ്. ജോലി വേണോ ജോലി എന്ന തലക്കെട്ടോടെ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് തട്ടിപ്പിനെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പാർട്ട് ടൈം ജോലിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പിൽ സ്ത്രീകളാണ് കൂടുതലും ഇരയാകുന്നതെന്നും കാണുന്ന അവസരങ്ങളെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ ധനനഷ്ടവും സമയനഷ്ടവും ഉണ്ടാകും. രജിസ്ട്രേഷന് വേണ്ടിയോ അല്ലാതെയോ ആദ്യം അങ്ങോട്ട് പണം നൽകിയിട്ടുള്ള ഇടപാടുകൾക്ക് തയ്യാറാകരുതെന്നും ജോബ് ഓഫർ നൽകുന്ന കമ്പനികളുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ട ബാധ്യത തൊഴിലന്വേഷകനാണെന്നും പോലീസ് പറയുന്നു. ഓൺലൈൻ ജോലിയുടെ പേരിൽ ഇന്ന് ധാരാളം പേരുടെ പണം നഷ്ടപ്പെടുന്നുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. വളരെ പെട്ടെന്ന് കൂടുതൽ പണം സമ്പാദിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുമായി ഒട്ടേറെ പേർ ഓൺലൈൻ ലോകത്തുണ്ട്. വെബ്സൈറ്റ് മുഖാന്തിരമല്ല ഇത്തരം വാഗ്ദാനങ്ങൾ വരുന്നതെങ്കിൽ വാഗ്ദാനം നൽകുന്ന വ്യക്തിയുടെ വിശ്വാസ്യത കൃത്യമായി മനസ്സിലാക്കണമെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UGC നെറ്റിന്റെ ഡിസംബർ സെഷൻ ഈ വർഷം ഡിസംബർ 31 മുതൽ 2026 ജനുവരി 7 വരെ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. രാജ്യത്തുടനീളം കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റിലൂടെയാണ് പരീക്ഷ നടക്കുക. ഇതിനോടകം രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ച പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി നവംബർ 7 ആണ്. സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് പരീക്ഷാർത്ഥികൾ ഔദ്യോഗിക NTA UGC നെറ്റ് പോർട്ടലിലൂടെ ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കി സമർപ്പിക്കണം.